ദൈവമാതാവിൻ്റെ പെരുന്നാൾ ഏറ്റവും ശ്രേഷ്ഠവും ആത്മീയവുമായിട്ട് ആചരിക്കുവാൻ ഈ ഇടവക ഒരുങ്ങി എന്നുള്ളത് ശ്ലാഘനീയമാണ്. ഏത് പ്രവർത്തനങ്ങളുടെയും പുറകിൽ ഒരു ഡിസൈനർ ഉണ്ടാകും. ഈ ദേവാലയം ദൈവമാതാവിൻ്റെ നാമധേയത്തിലാണ് എന്ന് മനസ്സിലാക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ, സ്നേഹം നിറഞ്ഞ ഷാജി അച്ഛൻ, ഈ ദേവാലയത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി എന്ന് കഴിഞ്ഞ വർഷം അറിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു നേരം നിങ്ങളുമായി ഒന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഞാൻ വരുന്നുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2 വാക്ക് അച്ഛൻ പറയുകയും വേണം. 2 വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആളുകളുമായിട്ട് സംവദിക്കണം. ഈ കാലഘട്ടം അത്ര കണ്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തിരിയെങ്കിലും കത്തിച്ചു വെക്കുവാൻ നമുക്കാവുമെങ്കിൽ അവിടെയുള്ള അന്ധകാരമെങ്കിലും നീക്കുവാൻ നമുക്കായെങ്കിലോ ആ വിധത്തിൽ നന്മയുടെ പ്രകാശം പ്രസരിപ്പിക്കുവാനായിട്ട് നമുക്കിടയാകാൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ആചരണങ്ങൾ തീർച്ചയായിട്ടും മുഖാന്തരമാകുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ് നിങ്ങളെ കാണുമ്പോൾ. ഈ ആരാധനയിൽ പങ്കെടുത്തത് എനിക്കൊരു അനുഭൂതിയായിരുന്നു. എല്ലാവരും ഗാനങ്ങളൊക്കെ ആലപിച്ച് ഈ വിശുദ്ധ നോമ്പിൻ്റെ ഭാഗമായി തീരുന്നു എന്നുള്ളത് എന്തുമാത്രം ആത്മീയ സന്തോഷം നമുക്ക് തരുന്നതാണ്. ആ അർത്ഥത്തിൽ കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം തരികയാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാം. ഒരു പ്രാസംഗികൻ ആളുകളോട് ചോദിച്ചത്രേ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവർ ഒന്ന് കൈ ഉയർത്തണമെന്ന്. നിങ്ങൾ ഉയർത്തണ്ട, ആ പ്രാസംഗികൻ ചോദിച്ചതാണ്. എല്ലാവരും കൈ ഉയർത്തി, ചിലർ 2 കൈ ഉയർത്തി. അപ്പോൾ അദ്ദേഹം അടുത്തതായി ചോദിച്ചത്രേ, ഇപ്പൊ സ്വർഗത്തിൽ പോകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന്. ആരും കൈപൊന്തിച്ചില്ല. ഇത് നമ്മുടെ ചില ആഗ്രഹങ്ങളുടെ അപാകത വെളിവാക്കുന്നുണ്ട്. നമുക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാം, അതിന് സന്തോഷമുണ്ട്. ഇപ്പൊ പോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഓർക്കണം, ഏത് നിമിഷവും അത് വേണ്ടിവരും. നമുക്കറിഞ്ഞുകൂടാ സമയം. അതുകൊണ്ട് ഒരുക്കമുള്ളവരാകണം. ഏതൊരു അവസ്ഥയിൽ ദൈവം വിളിക്കുന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹം. എൻ്റെ ആഗ്രഹം ആരാധന ചൊല്ലുമ്പോൾ വീണ് മരിക്കണമെന്നാണ് ആഗ്രഹം. എല്ലാവർക്കും നല്ല ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടണമെന്നുള്ള ആഗ്രഹമായിരിക്കും. ചിലപ്പോൾ നാം തിന്മ ചെയ്യുന്ന നിമിഷത്തിലാണെങ്കിലോ അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. തിന്മ ചെയ്യാൻ ഒരുങ്ങുന്ന ആ നിമിഷം ചില ഗതികേടിന്റെ നിമിഷമാണെങ്കിലോ അതുകൊണ്ട് നമുക്കത് വേണ്ട. ഒരുക്കത്തോടെ മുന്നേറുവാനുള്ള ഒരു പരിശീലനമാണ് വിശുദ്ധ നോമ്പ് നമുക്ക് തരുന്നത്. ഈ നോമ്പ് ആചരണം കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? നോമ്പിലെ 15 ദിനങ്ങൾ നാം
വളരെ ആത്മീയമായിട്ട് കഴിഞ്ഞുകൂടുന്നു. ഒരാളെ എനിക്കറിയാം, നോമ്പിന്റെ ദിനങ്ങളിൽ, അത് വലിയ നോമ്പിലായിരുന്നു, അദ്ദേഹത്തെ ഇല്ലാത്ത ആരോപണം പറഞ്ഞ് വളരെ ദുഃഖിപ്പിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ നോമ്പ് കഴിയട്ടെ, ഇതിനൊക്കെ ഞാൻ മറുപടി പറയുന്നുണ്ട്. നോമ്പാചരണം എന്തിനാണെന്ന് കൃത്യമായി ഗ്രഹിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണത്. വാസ്തവത്തിൽ നോമ്പ് ഒരു പരിശീലന കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് പ്രവർത്തന നിരതരാകുവാൻ ഈ ആത്മീയ ശക്തിയാണ് നമുക്ക് മുഖാന്തിരമാകുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങൾ കഴിഞ്ഞിട്ട് മറുപടി പറയാമെന്നൊന്നും ആരും ആഗ്രഹിക്കരുത്. ഈ ദിനങ്ങൾ കഴിയുമ്പോൾ നാം പവിത്രരാകണം, നന്മയുള്ളവരാകണം, കൂടുതൽ ശോഭയുള്ളവരാകണം. ഈ നോമ്പ് അതിന് മുഖാന്തിരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഒരു വാക്യമാണ്. അത് എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 23 8:23. അതിലിങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ടു. ഇതൊരു സൈക്കിളാണ്. ഓരോ നോമ്പും ആചരിക്കുമ്പോൾ അതിൽ കൃത്യമായും ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ സഫലമാകണമെങ്കിൽ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ടാകണം. ഇതിന്റെ സാഹചര്യം ഇതാണ്: ബാബിലോണിയ പ്രവാസത്തിൽ തീവ്രമായ പരീക്ഷണങ്ങൾ നേരിട്ട ഇസ്രായേൽ മക്കൾ, പേർഷ്യൻ രാജാവ് അവിടെ ആധിപത്യത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കളെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാനായിട്ട് തയ്യാറായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരായിട്ട് നിങ്ങൾ അടിമത്വത്തിലാണ്, ഇനി നിങ്ങൾക്ക് പുറപ്പെട്ടു പോകാം സ്വന്തം നാട്ടിലേക്ക്. അർത്ഥശ്രേഷ്ഠ രാജാവ് കുറേ അധികം സമ്മാനങ്ങൾ അവർക്ക് കൊടുത്തു. പൊന്നും വെള്ളിയും ഒക്കെ അമൂല്യങ്ങളായ നിരവധി വസ്തുക്കൾ കൊടുത്തു. ഇസ്രായേലിന്റെ നേതൃത്വത്തിലാണ് അവർ യാത്ര പുറപ്പെടുന്നത്. ആ കാലഘട്ടം യാത്രാമധ്യേ കള്ളന്മാരുടെ ഉപദ്രവമുള്ള കാലഘട്ടമാണ്. ഇന്ന് പിന്നെ അങ്ങനെ പ്രശ്നങ്ങളില്ല. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുകയാണ്. യാത്രാമധ്യേ ഒന്നും ആരും കാത്തു നിൽക്കുന്നില്ല. അന്ന് യാത്രാമധ്യേ ഈ അമൂല്യ നിധികൾ തട്ടിയെടുക്കുവാനായിട്ട് കള്ളന്മാരുണ്ട്. അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനായിട്ട് എസ്ര ആഗ്രഹിച്ചു. രാജാവിനോട് പറഞ്ഞാലോ, ഈ അമൂല്യ നിധികൾ ഇസ്രായേലിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകുവാനായിട്ടൊരു സേനയെ വിട്ടുതരാമോ? ഉടനെ എസ്രായുടെ മനസ്സൊന്ന് പിടഞ്ഞു. കാരണം രാജാവിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ എസ്ര പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ദൈവം വലിയവനാണ്, ഏത് ആപത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അതിശക്തനാണ്, ആ ദൈവത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന്. അങ്ങനെ വീരവാദം പറഞ്ഞ എസ്ര ദൈവത്തിന്റെ മക്കളെ സംരക്ഷിക്കുവാനായിട്ട് മറ്റൊരു പുറജാതി രാജാവിന്റെ സേനയെ വിട്ടുതരണമെന്ന് പറയുന്നതിലെ അപാകത എസ്രായ്ക്ക് ചിന്തിച്ചു. ഉടനെ എസ്ര ചെയ്യുന്ന ഒരു മാർഗമാണ്, ഇസ്രായേലിനോട് പറഞ്ഞു, നമുക്കൊരു ഉപവാസം വേണം, ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. അത് കണ്ടാൽ ദൈവം നമ്മോട് മനസ്സലിയും. സർവശക്തനായ ദൈവത്തിന്റെ സംരക്ഷണം നമുക്കുണ്ട് മക്കളെ. നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിവർത്തന വിധേയമാക്കണം.
ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം വർജിക്കുക മാത്രമല്ല, ദൈവത്തോടൊപ്പമായിരിക്കുക പ്രാർത്ഥനയിൽ. എന്നിട്ട് അവര് പ്രാർത്ഥിച്ചു ദൈവത്തോട്. ആ യാത്രയിൽ ഒരു അപകടവും ഉണ്ടായില്ല. സുരക്ഷിതമായി ഇസ്രായേലിലുമായിട്ട് അവിടേക്ക് അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ട്, ബാബിലോണിയിൽ നിന്ന് പുറപ്പെട്ട് ലക്ഷ്യത്തിലെത്തുകയാണ്. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ നമുക്കും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ആത്മീയ കാര്യങ്ങളിൽ തൽപരരാണെന്നും എൻ്റെ ദൈവം വലിയവനാണെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ നാം നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കുകയാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ആവാറില്ല. കാരണം എങ്ങാനും ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലോ. ഈ വിശുദ്ധ നോമ്പിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ദൈവത്തിന്റെ മഹാശക്തി നമ്മിൽ വെളിപ്പെടുവാനായിട്ട് വിശുദ്ധിയോടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് നൽകിയിരിക്കും. ഈ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ ഈ വിശുദ്ധ നോമ്പിൽ നിറയണം. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുന്ന 2 വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് ചിന്തിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പക്ഷേ സങ്കീർത്തനത്തിൽ 66:18 ഇങ്ങനൊരു വാക്യമുണ്ട്: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. നിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ലെന്നുള്ള ഒരു ബോധ്യമാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. എന്താണ് നമ്മുടെ ഉള്ളിൽ കരുതുന്ന ഈ അകൃത്യം? പാപത്തിന് നിരവധി പര്യായ പദങ്ങളുണ്ട്. ലംഘനം എന്ന് പറയും, പാപമെന്ന് പറയും. അതുപോലെ ഉപയോഗിക്കുന്നൊരു പദമാണ് അകൃത്യം. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അതിനൊരു അർത്ഥമുണ്ട്. കൃത്യം എന്നുള്ളതിൻ്റെ വിപരീതമാണത്. ആ കൃത്യം എന്ന് പറഞ്ഞാൽ ശരിയായി നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ അതാണ് അകൃത്യം. സ്വമേധയാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസൃതമായി നാം പുറപ്പെടുവിക്കേണ്ട ചില ഫലങ്ങളുണ്ട്. അത് പുറപ്പെടുവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്റെയും നിങ്ങളുടെയും അകൃത്യം. കൃത്യമായിട്ടും ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു മധുരമുള്ള മാമ്പഴം, അതിന്റെ വിത്ത് കുഴിച്ചിട്ടാൽ മാങ്ങയുണ്ടാകും, മാവ് ഉണ്ടാകും, മാങ്ങയുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതാണ് കൃത്യമെന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ടും ഉണ്ടാകേണ്ടത് മധുരമുള്ള മാമ്പഴത്തിന്റെ വിത്തിൽ നിന്ന് മധുരമുള്ള മാമ്പഴം തന്നെ ഉണ്ടാകണം. അതിൽ മേന്മ പറയാനൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. പക്ഷേ മധുരമുള്ള മാമ്പഴത്തിന് പകരം കയ്പുള്ള മാമ്പഴം ഉണ്ടായാലോ, പുളിയുള്ള മാമ്പഴം ഉണ്ടായാലോ, മധുരം കുറഞ്ഞ മാമ്പഴം ഉണ്ടായാലോ, അവിടെയാണ് അകൃത്യത്തിന്റെ സ്ഥാനം എന്ന് പറയും. കൃത്യമായും നൽകേണ്ട മാമ്പഴം മധുരമുള്ളതാണ്, അത് ലഭിക്കുന്നില്ലെങ്കിൽ അത് അകൃത്യമാണ്. ഇതുപോലെയാണ് ഒരു മനുഷ്യനിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ലഭിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനായിട്ട് അല്പം താമസിക്കും. ചിന്തിക്കുക ശാന്തമായിട്ടും, ഞാൻ ദൈവം തന്നിരിക്കുന്ന ഈ സാധ്യതകളും സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടവളാണ്. എന്നാൽ ഞാനത് ചെയ്യുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അകൃത്യം ഉള്ളിലുണ്ടെങ്കിൽ ദൈവം കേൾക്കയില്ലായിരുന്നു എന്നുള്ള ഈ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം, ഓർമ്മിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് നാം. അതൊക്കെ ആവശ്യമുള്ളതാണോ? ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയണം. നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇരുന്നാൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ അതുപോലെ ആവശ്യമില്ലാത്തത് തിങ്ങി നിറഞ്ഞാലോ? ചീഞ്ഞ മീൻ ഒരു റൂമിലുണ്ടെങ്കിൽ ആ റൂം ആകെ ദുർഗന്ധമുണ്ടാകും.
ഇതുപോലെയാണ് ഹൃദയത്തിൽ അനുഗ്രഹകരമല്ലാത്ത ചിന്തകൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഹൃദയത്തെ മലീമസമാക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്തിറങ്ങി നിൽക്കും. വിശുദ്ധ മാമോദീസായിലൂടെയും കുർബാനാനുഭവത്തിലൂടെയും ദൈവത്തെ സ്വീകരിക്കുന്ന നമുക്ക് ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മുടെ ചില ചിന്താഗതികളും പ്രവർത്തനങ്ങളും പ്രവൃത്തി ദോഷങ്ങളും നിമിത്തം അവിടെ വസിക്കുവാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതി ഉണ്ടാകുമ്പോൾ ദൈവം ഒന്ന് മാറി നിൽക്കും. ഈ സമയത്താണ് നിനക്ക് ആവശ്യം വന്നതെങ്കിലോ? ഓർക്കുക, കാനാവിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം അവർ ക്രിസ്തുവിനെ ക്ഷണിച്ചിരിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഓർക്കുക. വിശുദ്ധ കുർബാന അനുഭവം അതിനുള്ളതാണ്. ഈ വിശുദ്ധ നോമ്പിൽ യഥാർത്ഥ അനുതാപമുള്ളവരായി ഉള്ളിൽ നിന്ന് മ്ലേച്ഛമായ ചിന്തകളെയും പാപ സ്വഭാവങ്ങളെയും എടുത്തു മാറ്റുമ്പോൾ കർത്താവിന് അവിടെ വീണ്ടും വന്ന് താമസിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകും. അതുണ്ടാകണം ഈ വിശുദ്ധ നോമ്പിലൂടെ. നിർമ്മലീകരിക്കുക, വിശുദ്ധീകരിക്കുക ജീവിതത്തെ. അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും ദൈവം സ്വീകരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എസ്ര പറഞ്ഞതുപോലെ, മക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു അപകടവും കൂടാതെ നമ്മെ ദൈവം ലക്ഷ്യത്തിലെത്തിക്കും. പ്രൊവൈഡഡ്. നിന്റെ ഉള്ളിൽ അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അതുകൊണ്ട് ഹൃദയം വിശുദ്ധീകരിച്ച് അനുതാപ ഹൃദയമുള്ളവരായി ക്രിസ്തുവിനെ സ്വീകരിച്ച് നന്മയുള്ളവരാകുക. ഒരു മനുഷ്യനെ പകർത്താവുന്ന ഏറ്റവും വലിയ മാതൃക ക്രിസ്തു തന്നെയാണ്. എന്നാൽ പിന്നീട് സഭാപിതാക്കന്മാർ പറയുന്നത് ദൈവമാതാവാണ് മനുഷ്യർക്ക് പകർത്താവുന്ന മറ്റൊരു മാതൃക. ജീവിതത്തിന്റെ നിരാശയുടെയും ദുഃഖകരമായ അനുഭവങ്ങളുടെയും മധ്യത്തിൽ ധീരതയോടെ നിന്ന് തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം സമ്പൂർണമായി പൂർത്തിയാക്കി. ഇതാണ് മാതാവിന്റെ പ്രത്യേകത. നമുക്കും ചില നിയോഗങ്ങളുണ്ട്. വേദനാജനകമായിരിക്കാം അത്. പക്ഷേ അന്ത്യത്തോളം സമ്പൂർണമായി നിയോഗങ്ങളെ പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയണം. ദൈവപുത്രനെ ഭരമേൽപ്പിക്കുമ്പോൾ മാലാഖ പറഞ്ഞിരുന്നു, ഇവനൊരു ലക്ഷ്യമുണ്ട്. പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളത്. അത് കാൽവറിയാണ്. ഇതാണ് മാതാവിന്റെ ചുമതല. ദൈവപുത്രനെ സംരക്ഷിച്ച് വളർത്തി ഈ ദൈവിക കർമ്മത്തിന് അവനെ പ്രാപ്തനാക്കുക. ക്രൂശിലെ മരണത്തോളം കൂടെ നിന്ന് ഒടുവിൽ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്നത് കണ്ട് നിർവൃതി കൊള്ളുവാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു. കാരണം ഇതാണ് എൻ്റെ നിയോഗം, ഇത് ഞാൻ കാണണം. ദൈവം എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം ഞാനിതാ കുരിശിലൂടെ പുത്രനെ സമർപ്പിച്ചതിലൂടെ പൂർത്തിയാക്കുന്നു. ക്രിസ്തുവും പറയുന്നുണ്ട്, എല്ലാം സമ്പൂർണമായി. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഭരമേൽപ്പിച്ച നിയോഗങ്ങളെ പൂർണ്ണമായും പൂർത്തീകരിക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ. നമുക്കും പോകണം സ്വർഗത്തിൽ. ഇന്നോ നാളെയോ മറ്റൊരു നാളോ ഒരുങ്ങിയിരിക്കുക. ദൈവം ഭരമേൽപ്പിക്കുന്ന ചുമതലകൾ വേദനാജനകമായാൽ പോലും കൂടെയിരുന്ന് നിന്നെ സഹായിക്കും. പരീക്ഷയ്ക്ക് വേണ്ട പരിശീലനം തന്നു കഴിഞ്ഞാൽ നാം പരീക്ഷ എഴുതുന്നു. ഇതുപോലെ ഈ നോമ്പിലൂടെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള പരിശീലനം നമുക്ക് തരികയാണ്. തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മയുള്ളവരായി എങ്ങനെ ജീവിക്കണമെന്നുള്ളത് മാതാവിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കാട്ടിത്തരികയാണ്. അത് നാം പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് കഴിഞ്ഞാലും ജീവിതത്തിലുടനീളം ആ നന്മയെ സൂക്ഷിക്കുവാൻ നമുക്കാവും. ഞാൻ ഉപസംഹരിക്കട്ടെ. ഈ വിശുദ്ധ നോമ്പ് നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും സഫലമാകുന്ന ദിനങ്ങളായിട്ട് മാറട്ടെ. മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിന്റെ ഉപവാസവും പ്രാർത്ഥനയും ദൈവം കൈക്കൊണ്ട് നിന്നെ സാഫല്യത്തിലെത്തിക്കുവാൻ അവന് കഴിയും. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ അവൻ പരിപാലിക്കട്ടെ. എന്നാൽ ഉള്ളിൽ അകൃത്യമുണ്ടെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. പ്രാർത്ഥനകൾ വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം ചിന്തിക്കൂ, ദൈവമല്ല പ്രശ്നക്കാരൻ, നമ്മുടെ ഉള്ളിൽ അകൃത്യമുണ്ട്. ദൈവം ഭരമേൽപ്പിച്ച ചുമതലകളെ കൃത്യമായി നാം നിർവഹിച്ചിട്ടില്ല. അതിലേക്ക് തിരികെ വരിക.
ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും കൈക്കൊള്ളും. സഫലമായ ഒരു നോമ്പ് ദിനങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ എന്നും നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ ലഭ്യമാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനും കൊച്ചച്ഛനും കമ്മിറ്റി അംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹം തന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.